തൈക്കോണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പയ്യന്നൂർ സ്വദേശികൾക്ക് അഭിമാനാർഹമായ നേട്ടം. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് 10% വിലക്കുറവ്. ഒപ്പം നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് 70 ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തതയും. തൈക്കോണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അഭിമാനാർഹമായ നേട്ടം കരസ്ഥമാക്കി പയ്യന്നൂർ സ്വദേശികൾ. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 5ഓളം പേരാണ് മത്സര രംഗത്തിറങ്ങിയത്. ബാംഗ്ലൂരിൽ നടന്ന 10ാമത് ഏഷ്യൻ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പയ്യന്നൂർ സ്വദേശികൾ നാടിന് അഭിമാനമായി മാറിയത്. ഇൻഡിവിജ്വൽ പാറ്റേൺ, ഗ്രൂപ്പ് പാറ്റേൺ, സ്പാറിംഗ് വിഭാഗങ്ങളിലാണ് കൃഷ്ണ, ജിഷ, വേണി, വൃന്ദ, ശിവാനന്ദ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ മെഡലുകൾ നേടിയത്. ഇവർ എല്ലാവരും പയ്യന്നൂർ മൂരിക്കോവൽ റാങ്ക് ദി വ്യൂ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിൽ നിന്നാണ് പരിശീലനം നേടുന്നത്. ഇന്ത്യയിലെ പ്രമുഖ തൈക്കോണ്ടോ അധ്യാപകനും ലോക റെക്കോർഡ് ജേതാവുമായ ഡോക്ടർ വേണുഗോപാൽ കൈപ്പറത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഇവർ തൈക്കോണ്ടോ അഭ്യസിച്ചു വരുന്നത്. തൻ്റെ വിദ്യാർത്ഥികൾ പ്രകടനം കാഴ്ചവെച്ചതിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം വടക്കൻ വാർത്തയോട് പറഞ്ഞു. തൈക്കോണ്ടോ ITFൻ്റെ 10ാമത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ബാംഗ്ലൂർ വെച്ചിട്ട് ഇന്നലെ വരെ നടക്കുകയുണ്ടായി. ചാമ്പ്യൻഷിപ്പ് 25ഓളം രാജ്യങ്ങൾ, ഏഷ്യയിലെ 25ഓളം പ്രഗത്ഭരായ രാജ്യങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വേൾഡ് ചാമ്പ്യന്മാരായ കൊറിയയും, അതായത് മദർലാൻഡായ തൈക്കോണ്ടോയുടെ മദർലാൻഡിൽ നിന്ന് വരുന്ന കൊറിയയും, അതുപോലെ കസാക്കിസ്ഥാൻ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അതുപോലെ കംബോഡിയ, അതുപോലെ രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കാണേണ്ടത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നും നമ്മളെ പ്രതിനിധീകരിച്ച് പയ്യന്നൂരിനെ പ്രതിനിധീകരിച്ച് 5ഓളം കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക. ഒരു ആദ്യത്തെ അനുഭവമാണ്. അത് ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ഈവൻറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ കഴിഞ്ഞ ഒരു 10-40 ദിവസമായി ഇതിൻ്റെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ വെച്ച് ട്രെയിനിങ്ങിൽ നേടുകയും അവർ ഇറങ്ങുകയും 8ഓളം മെഡലുകൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ, കാരണം കൊറിയയും അതേപോലെ കസാക്കിസ്ഥാനും പോലുള്ള രാജ്യങ്ങളോട് മത്സരിക്കുക എന്നുള്ളത് പറയുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവുകയും അവർ ബ്രോൺസ് മെഡലുകൾ സ്പാറിങ്ങിലും അവർ ഫൈറ്റിങ്ങിലും പാറ്റേണുകളും അവരോടും ഒപ്പം നിന്നുകൊണ്ട് മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു അഭിമാനപരമായ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. ക്രിക്കറ്റിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന അധികൃതർ ഇത്തരം നേട്ടങ്ങൾക്ക് ഒളിമ്പിക്സിൽ നേടിയ മെഡലുകൾക്കും കാര്യമായ പ്രാധാന്യം നൽകാറില്ല എന്നതാണ് ഏറെ സങ്കടകരമായ വസ്തുത. സർക്കാരിൻ്റെ ശ്രദ്ധ ക്രിക്കറ്റ് ഇതര വിഭാഗങ്ങൾ കൂടി പതിഞ്ഞെങ്കിൽ നിരവധി കായിക പ്രതിഭകളെ ഭാവിയിലേക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓണത്തെ വരവേൽക്കാൻ കൈനിറയെ സമ്മാനങ്ങളുമായി കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് 10% വിലക്കുറവ്. ഒപ്പം നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും. കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ന്യൂജൻ ട്രെൻഡുകളും ഒരു കുടക്കീഴിൽ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് 70 ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തതയും.